പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ യേശുവേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടത്തേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, നിന്റെ സന്നിധിയിൽ നിന്റെ മടിത്തട്ടിലിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളോട് ഈ വചനം സന്ദേശം കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനം അവിടെ ഹൃദയത്തിലേക്ക്, അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും പുതിയ ജീവിതത്തിൻ്റെ വഴിയാത്രയിലേക്ക് നടക്കുവാൻ കൃപാവരം നൽകണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, ദൈവം മനുഷ്യനെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് അവിടുത്തെ രൂപവും ഭാവവും കാണാതെ വരുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സങ്കടം എന്തുമാത്രമാണ്. ആ സങ്കടത്തിൽ നിന്ന് വിടുതൽ നേടാൻ വേണ്ടി മനുഷ്യാവതാരത്തിലൂടെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ക്രിസ്ത്യാനികളായ നമ്മെ നോക്കിക്കൊണ്ട്, ദൈവവിശ്വാസികളായ നമ്മെ നോക്കിക്കൊണ്ട് യേശു പറയുന്ന 5 വചനം എൻ്റെ ഹൃദയത്തെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി. 1, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവാക്യം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. ഇന്ന് ശാലോം മിഷന്റെ മുമ്പിൽ ഇരുന്ന് വചനം ശ്രവിക്കുന്ന ഓരോ മക്കളോടുമാണ് ഈശോ പറയുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും പരിപൂർണരായിരിക്കുവാൻ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവീക സ്വഭാവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ ഈശോ നമ്മുടെ പക്കലേക്ക് കടന്നു വന്ന് നമ്മോട് പറയുകയാണ്. നമുക്കറിയാം, വിശുദ്ധി വിതരണം ചെയ്യുന്നവരെ വിശുദ്ധന്മാർ എന്നാണ് വിളിക്കുക. പുണ്യം വിതരണം ചെയ്യുന്നവരെ പുണ്യവാന്മാർ എന്നാണ് വിളിക്കുന്നത്. ഈ വിശുദ്ധിയിലേക്കും ഈ പുണ്യത്തിലേക്കും വളരാനായിട്ട് ദൈവമായ കർത്താവ് എപ്പോഴും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ നോട്ടം, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കഴിവ്, നമ്മുടെ ചിന്ത, നമ്മുടെ ജീവിതം മുഴുവൻ പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ നോട്ടം, ദൈവത്തിൻ്റെ ചിന്ത, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ നിന്ന് പ്രകടമായി തീരുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ സാധിക്കുക? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരിക്കുന്ന സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇത് ദൈവിക സ്വഭാവങ്ങളാണ്. മാമോദീസായിലൂടെ ആരംഭിക്കുന്ന ക്രിസ്തീയ ജീവിതം മരണം വരെയും അതിൻ്റെ അന്ത്യത്തോളം എത്തുവോളം പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധൻ്റെ ആശ്രയം, വിശുദ്ധൻ്റെ ആനന്ദം ദൈവം മാത്രമാണ്, നമ്മുടേതോ. വിശുദ്ധൻ്റെ ആശ്രയവും ആനന്ദവും ദൈവമാണ് എങ്കിൽ അതേ പദവിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധർ കിടന്ന പായ, കിടക്ക, വിശുദ്ധർ ഉപയോഗിച്ച വസ്തുക്കൾ, അവയെല്ലാം സ്വർഗത്തിന് വിലപ്പെട്ടതാണ്. അവൻ്റെ അസ്ഥികൾ സ്വർഗത്തിന് വിലപ്പെട്ടതാണ്. അതല്ലേ തിരുശേഷിപ്പുകളായി നമ്മൾ വണങ്ങുന്നത്. യെരൂശലേം വചന കൂടാരത്തിൽ, മരിയൻ മണ്ഡപത്തിൽ
153 വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ ആഘോഷമായിട്ട് സകല വിശ്വയുടെ തിരുനാൾ ദിവസം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ വിശുദ്ധന്മാരിലൂടെ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരിലുണ്ട്. വിശുദ്ധി കൂടാതെ ആർക്കും തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. തങ്ങളുടെ ജീവിതം കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് ഉയർന്ന 153 വിശുദ്ധന്മാർ, രക്തസാക്ഷികൾ, വാഴ്ത്തപ്പെട്ടവർ, വിശുദ്ധന്മാർ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, സഭയെ പിതാവായ ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നയിക്കണമേ എന്ന്. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും സ്വർഗീയ പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് നടക്കുവാൻ നമ്മെ സഹായിക്കുകയാണ്. രണ്ടാമത്തെ വചനം എന്നെ സ്വാധീനിച്ചത്, വചനം ഇപ്രകാരമാണ്: എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞ ശിഷ്യത്വം ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വചനാധിഷ്ഠിത ജീവിതം നയിക്കണം. കുഞ്ഞാടിൻ്റെ വേഷത്തിൽ വരുന്ന ചെന്നായെ തിരിച്ചറിയണമെങ്കിൽ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. നന്മയുടെ രൂപത്തിൽ വരുന്ന തിന്മയെ തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. പുണ്യത്തിൻ്റെ വേഷമണിഞ്ഞു വരുന്നവരെ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന പാപത്തിൻ്റെ വിഷവിത്തുകൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഈ ലോകത്തിലെ എല്ലാ സമ്മാനങ്ങളൊക്കെ കിട്ടി, അവാർഡുകളെല്ലാം കിട്ടിയാലും സ്വർഗത്തിൻ്റെ ഒരു പുത്രനോ സ്വർഗത്തിൻ്റെ ഒരു ശുശ്രൂഷകനോ ആയി തീരുന്നില്ല എങ്കിൽ എന്തു നേട്ടം? പ്രിയപ്പെട്ടവരെ, വചനമാണ് ശിശുത്വത്തിലേക്ക് വളരുവാൻ നമ്മെ സഹായിക്കുന്നത്. വചനമാണ് വീണ്ടും ജനിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. വചനമാണ് ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. വചനമാണ് വിശുദ്ധിയുടെ പാതയുടെ നയിക്കാൻ നമുക്ക് പ്രേരണ തരുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ നിർദ്ദേശം തരികയാണ്: വചനം വായിക്കുക, വചനം പഠിക്കുക, വചനം പ്രചരിപ്പിക്കുക, വചനത്തിൻ്റെ സാക്ഷികളായി തീരുക. അങ്ങനെ യേശുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ശിഷ്യന്മാരായിത്തീരാം. യേശുവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം അവർ ആരും തന്നെ പഴയ ജീവിതത്തിലേക്ക് പോയിട്ടില്ല. യേശു അവിടെ കൂടെ നടന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഉയർത്തതിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറഞ്ഞു. അതൊക്കെ ഒരു അത്ഭുതമായി അവർ നോക്കിക്കണ്ടു. എന്നാൽ അമ്മയും ശിഷ്യന്മാരും പ്രാർത്ഥിച്ചിരുന്ന വേളയിൽ ഒരു തീ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവിടെ ഹൃദയത്തിലേക്ക് വന്ന് വീണു. അതിനുശേഷം ഒരിക്കലും അവരുടെ പഴയ ജീവിതത്തിലേക്ക് അവർ കടന്നുപോയിട്ടില്ല. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക, വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായിത്തീരും. നമുക്കും യേശുവിൻ്റെ ശിഷ്യന്മാരായി തീരണ്ടേ? വീണ്ടും യേശു ചോദിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും. കർത്താവിൻ്റെ വചനമാണിത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും. യേശുവിനെ കാണുവാനായിട്ട് പുറത്തു നിൽക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്നത് അമ്മയും സഹോദരൻ കാത്തു നിൽക്കുന്നു എന്ന് പറയുന്ന വേളയിൽ യേശു പറയാണ്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. നമുക്കും യേശുവിൻ്റെ സഹോദരരായിക്കൂടെ? നമുക്കും യേശുവിൻ്റെ അമ്മയെപ്പോലെ ആയിക്കൂടെ? പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ.
ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ ദൈവം പറഞ്ഞ എല്ലാ വചനങ്ങളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും തന്നെ സാധ്യമല്ല. നോഹയുടെ ബലിയും അബ്രാഹത്തിന്റെ ബലിയും നമ്മുടെ ബലിയും സ്വീകാര്യമായി തീരണമെങ്കിൽ വിശ്വാസത്തോടു കൂടെ ജീവിക്കണം. വിശ്വാസത്തോടു കൂടെ ജീവിക്കണം. വിശ്വാസത്തിന്റെ മേന്മ കുറയുമ്പോൾ, സഭയോട് വിശ്വാസം ഇല്ലാതെയായി തീരുമ്പോൾ, പൗരോഹിത്യത്തോട് വിശ്വാസമില്ലാതെയായി തീരുമ്പോൾ, കുടുംബത്തോട് വിശ്വസ്തതയില്ലാതെയായി തീരുമ്പോൾ, ജീവിത പങ്കാളിയോട് വിശ്വസ്തതയില്ലാതെയായി തീരുമ്പോൾ എങ്ങനെയാണ് യേശുവിൻ്റെ അമ്മയും സഹോദരനും സഹോദരിയുമായി ജീവിക്കുവാൻ സാധിക്കുക? ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നു, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിമാരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക അത്ര നിസ്സാരമുള്ള കാര്യമാണോ? പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ ഇനി നിറവേറട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി പരിശുദ്ധ കന്യാമറിയം വിധേയപ്പെട്ട അന്നു മുതൽ ദുഃഖത്തിൻ്റെ, വേദനയുടെ കുരിശിൻ്റെ നിഴൽ അമ്മയിലേക്ക് കടന്നു വരികയാണ്. ദൈവ ഇഷ്ടം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ക്ലേശങ്ങളായാലും, എത്ര വലിയ ക്രൂരമായ പരിശോധനയാണെങ്കിലും ദൈവത്തിൻ്റെ തിരുഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുക, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെടുക, തിരുസഭയുടെ പഠനങ്ങൾക്ക് പൂർണ്ണമായി വിധേയപ്പെടുക. അവിടെ ക്ലേശങ്ങൾ ഉണ്ടാകാം, കുരിശുകൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷേ ദൈവമായ കർത്താവ് നിന്നെ സഹായിക്കാനായിട്ട് സഹായദൂതനെ, കാവൽ മാലാഖമാരെ നമുക്ക് കൂട്ടിനായിട്ട് അയക്കും. വചനം പറയുന്നു, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റവരൊക്കെ സഹനത്തിൻ്റെ വഴിയിലൂടെ നടന്നിട്ടുള്ളവരാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയവരെല്ലാം അന്യായമായി വിമർശിക്കപ്പെട്ടിട്ടുള്ളവരാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് കൊണ്ട് ക്രൂശിലേറ്റപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് ആരൊക്കെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ തൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ മേഖലയും പരിശ്രമിക്കുന്നവോ, കുരിശുകളെ സ്വീകരിക്കാനും അവയെ സ്നേഹിക്കാനും ആ കുരിശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ സായുജ്യത്തിന് നടന്നു നീങ്ങാനും നമ്മൾ പരിശീലിക്കണം. 4-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് കൽപ്പനകൾ പാലിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ കൽപ്പന എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ സഹോദരങ്ങളെ സ്നേഹിക്കുക. അതാണ് ദൈവത്തിൻ്റെ കൽപ്പന. പൂർണ്ണ ഹൃദയത്തോടെ, ഭാഗികമായിട്ടല്ല, പകുതിയല്ല, മുഴുവനായിട്ട് ദൈവത്തിൻ്റെ പൂർണ്ണമായി അർപ്പണം ചെയ്യാൻ. മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം ബർത്തിമേയുസിൻ്റെ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. യേശു നിന്നെ വിളിക്കുന്നു എന്ന് കേട്ട മാത്രയിൽ അവൻ്റെ സർവസ്വവുമായിരുന്ന ആ പുറങ്കുപ്പായം, അവൻ്റെ സർവസ്വവുമായിരുന്ന പുറങ്കുപ്പായം അവൻ ദൂരെ വലിച്ചെറിഞ്ഞ് യേശുവിൻ്റെ പക്കലേക്ക് ഒരു ഓട്ടമുണ്ട്. ഞാൻ കാര്യമായി കരുതുന്നത്, എനിക്ക് ഇഷ്ടമായി കരുതുന്നത്, എനിക്ക് പ്രിയപ്പെട്ടതായി കരുതുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത്, സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത്. അവൻ്റെ പുറങ്കുപ്പായം അവൻ്റെ കളക്ഷൻ ബോക്സ് ആയിരുന്നു. അവൻ്റെ പുറങ്കുപ്പായം അവൻ്റെ ഇരിപ്പിടമായിരുന്നു. അവൻ്റെ പുറങ്കുപ്പായം അവൻ്റെ മേൽക്കൂരയായിരുന്നു. അവൻ്റെ പുറങ്കുപ്പായം അവൻ്റെ കിടക്കയായിരുന്നു. അവൻ്റെ പുറങ്കുപ്പായം
അവൻ്റെ പുതപ്പും കൊതുകുവലയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ബർത്തമേയുസ് എന്ന് പറയുന്ന ആ കുരുടൻ്റെ സർവസ്വമായിരിക്കുന്ന ഈ പുറംകുപ്പായം ദൂരെ വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സമർപ്പണം ചെയ്യുക എന്നാണ് അർത്ഥം. അവരാണ് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു പറയുന്നു, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, യേശു സഹിച്ചതുപോലെ സഹിക്കാൻ, യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ, യേശു വിട്ടുകൊടുത്തതുപോലെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക. ഇതൊരു ഉപദേശമല്ല, ഇതൊരു കൽപ്പനയാണ്. ഇതൊരു ഉപദേശമല്ല, അച്ഛന്മാരും വചന പ്രഘോഷകരും മാത്രമായി ചെയ്യേണ്ട കാര്യമല്ല. യേശു പറയുന്നു, മകളെ, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക. വിശുദ്ധയായിരിക്കുന്ന മദർ തെരേസ ഒരു എയർപോർട്ടിൽ നിന്ന് യാത്രയാകുന്ന സമയത്ത് കുറച്ച് മാധ്യമ പ്രവർത്തകർ വന്ന് ചോദിച്ചു, അമ്മേ, ഈ വാർദ്ധക്യത്തിലും അല്പം വിശ്രമിച്ചുകൂടെ? അമ്മേ, ഈ വാർദ്ധക്യത്തിലും അല്പം വിശ്രമിച്ചുകൂടെ? അവരോടായിട്ട് മദർ തെരേസ പറഞ്ഞു, മക്കളെ, ഈ ഭൂമിയിൽ അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ജന്മം നൽകിയിട്ടിരിക്കുന്നത്. എൻ്റെ വിശ്രമം സ്വർഗത്തിലാണ്. മക്കളെ, ഈ ഭൂമിയിൽ അലസരായി കഴിയേണ്ടവരല്ല നമ്മൾ. ലോകം മുഴുവനും വചനം എത്തിക്കാനായിട്ട് ഏതെല്ലാം മാധ്യമങ്ങളിലൂടെ, ഏതെല്ലാം സംവിധാനങ്ങളിലൂടെ വചനം എത്തിക്കാനായിട്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ, അത് നീ പ്രവർത്തിക്കണം. നമ്മുടെ വിശ്രമം സ്വർഗത്തിലാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പറയാൻ കഴിയണമെങ്കിൽ യേശുവിനെ സ്നേഹിക്കണം, ഈശോയെ സ്നേഹിക്കണം. ഈശോ സൃഷ്ടിച്ച ആത്മാക്കളെ സ്നേഹിക്കണം. ഈശോ സ്വന്തമാക്കി അവിടുത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോയെ സ്നേഹിച്ച്, ഈശോയുടെ ആത്മാക്കളെ സ്നേഹിച്ച് സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് കർത്താവിൻ്റെ കൽപ്പന പാലിക്കുന്ന വിശ്വസ്തരായിരിക്കുന്ന ദാസന്മാരും ദാസികളുമായി നമ്മൾ മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിലൂടെ, ത്യാഗത്തിലൂടെ, അസൗകര്യങ്ങളിലൂടെ, ഞെരുക്കങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ വിശുദ്ധന്മാരുടെ മനസ്സിൽ ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കിത് ഈ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കണം, ദൈവത്തിൻ്റെ വചനം ലോകം മുഴുവൻ എത്തിക്കണം എന്ന് വിവിധങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം ശ്രമിക്കുന്ന സർവ മക്കളും ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായിട്ട് ജീവിതം നയിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധങ്ങളായ കോണുകളിൽ വചനം എത്തിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാധ്യമങ്ങളും, എല്ലാ പ്രസിദ്ധീകരണങ്ങളും ദൈവത്തിൻ്റെ കൽപ്പന തൻ്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി പ്രാവർത്തികമാക്കുന്നവരാണ്. ഈശോ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അവസാനമായി ഒരു വചനം കൂടിയും. വചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നുവോ അവർ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കും. യേശുവാകുന്ന മുന്തിരിത്തണ്ടിനോട് ചേർന്ന് നിൽക്കാൻ, യേശുവാകുന്ന തായ്തണ്ടിനോട് ആരൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ടോ അവരാണ് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അനുകൂലമോ പ്രതികൂലമോ ആയ സാഹചര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കണം, സഭയോട് ചേർന്ന് നിൽക്കണം, ഗൂദാശകളോട് ചേർന്ന് നിൽക്കണം, വചനത്തോട് ചേർന്ന് നിൽക്കണം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം.
സാധിക്കുന്നിടത്തോളം പാവപ്പെട്ടവരെ സഹായിക്കണം. സാധിക്കുന്നിടത്തോളം സന്മാതൃകകൾ നൽകിക്കൊണ്ട് ഓരോ സ്ഥലങ്ങളിലും ഉള്ളിലിരിക്കുന്ന ദൈവിക സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ദൈവിക നന്മകൾ വാരി വിതറാനായിട്ട് നമുക്ക് സാധിക്കണം. യേശുവിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്ക് ദൈവത്തിൻ്റെ നന്മ വാരി വിതരാൻ സാധിക്കുക. നമ്മെ അധിക്ഷേപിക്കുമ്പോഴും നമ്മെ പരിഹസിക്കപ്പെടുമ്പോഴും യേശുവിൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ നമുക്കതിന് സാധ്യമല്ല. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് പറയുന്നു, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുക. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ ശിഖരങ്ങളുമാണ്. കർത്താവായ ഈശോയെ, പരിപൂർണതയുടെ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ. നിനക്ക് ചേർന്ന ശിഷ്യരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവപുത്രരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവകൽപ്പന പാലിച്ച് ലോകം മുഴുവനും വചനത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ മാറട്ടെ. കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നന്മയുടെ സുരഭിലമായ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും വരവും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.